എൻ്റെ പേര് അമലു. ഞാനൊരു അക്രൈസ്തവ യുവതിയാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. നേഴ്സാണ്, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഹസ്ബൻഡ് ജോമോൻ. 10 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ കുഞ്ഞാണിത്. കുഞ്ഞിനെ കൊണ്ട് വന്നതാണ് ഞങ്ങൾ. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് ഒരു 2022 ജൂലൈയിലാണ്. അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഇതുവഴി ആലപ്പുഴയ്ക്ക് പോണ വഴിക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി കയറിയതാണ്. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു, എനിക്ക് എന്താ ഏതാണെന്നൊന്നും അറിയില്ല, ഇവിടെ ഒരു ദിവസം വന്നിരുന്ന് അമ്മയായിട്ട് സംസാരിച്ച് എന്താണ് ഉടമ്പടി അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ രീതികളെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം എനിക്ക് വരാനേ കഴിയുള്ളൂ, അതിനൊരു അവസരം ഉണ്ടാക്കി തരണമെന്ന് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആലപ്പുഴയ്ക്ക് പോയത്. തിരിച്ച് ഒക്ടോബറിൽ തന്നെ എനിക്ക് അതിനൊരു അവസരം ഉണ്ടായി. ലീവൊന്നും കിട്ടിയില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ പൂജാ ഹോളിഡേ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഹിന്ദുസ് എല്ലാം ലീവ് എടുത്തോന്ന് രാത്രി പറയുകയും പിറ്റേ ദിവസം രാവിലത്തെ ട്രെയിൻ ഞാൻ അവിടെ നിന്ന് കയറി ഇവിടെ എത്തുകയും ചെയ്യുമായിരുന്നു. ഇവിടെ വന്ന് ആ ജനലിൻ്റെ അവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ വീട്ടിൽ നമ്മുടെ അമ്മയോട് പറയും പോലെ എന്നെ ഇവിടെ ഇരുന്ന് പറഞ്ഞു. എൻ്റെ ജനിച്ചപ്പം മുതൽ എൻ്റെ എല്ലാ ജീവിത കാര്യങ്ങളും, അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അവസരങ്ങളും, ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നുള്ളതെല്ലാം ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുക്കാൻ യോഗ്യതയാണെന്ന് അമ്മയ്ക്ക് തോന്നുവാണെങ്കിൽ മാത്രം എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള ഒരു സാഹചര്യം അമ്മ തന്നെ ഒരുക്കി തരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അത് ഒക്ടോബറിലായിരുന്നു 22. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 22 അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പോയി. പിന്നെ യൂട്യൂബ് എടുത്ത് ഇവിടുത്തെ ഓരോരുത്തരുടെ സാക്ഷ്യം കേൾക്കുകയും ധ്യാനം എന്താണെന്ന് കാണുകയും എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയ ആ ചേച്ചിയിലൂടെ ഇവിടുത്തെ രീതികളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. 2023 ഫെബ്രുവരി 28 ഞാനും ഹസ്ബൻഡും കൂടെ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്ത് 6 നിയോഗങ്ങൾ വെച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മ ഇതിൽ ഞാൻ 6 വെച്ചിട്ടുണ്ട്, ഇതിൽ ഏതാണോ എനിക്ക് തരാൻ അമ്മയ്ക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ അത് മാത്രം തന്നാൽ മതി, എൻ്റെ ആഗ്രഹങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. പിന്നെ എനിക്ക് 6 മണി ഷിഫ്റ്റായിരുന്നു. 4 മണിക്ക് വെളുപ്പിന് എഴുന്നേറ്റ് 5 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് ബൈബിൾ വായിക്കാൻ എനിക്ക് രാവിലെ സമയം കിട്ടാറില്ല. ഞാൻ 5:30 വീട്ടിൽ നിന്ന് പോകണം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കും. വൈകുന്നേരം വന്നിട്ട് ബൈബിൾ വായിക്കും. പക്ഷേ എനിക്ക് വചനങ്ങളൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ബൈബിൾ വായിക്കുന്നത്. അങ്ങനെ വായിച്ച് എന്താ അർത്ഥം എന്താന്നൊക്കെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും അറിയാത്തത് ഇവിടെ ഒഫീഷ്യൽ ചാനലിൽ കയറി കാണുകയൊക്കെ ചെയ്ത് അങ്ങനെ ഇതെല്ലാം ചെയ്തപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഇത്രയും നാളായല്ലോ, കുഞ്ഞുണ്ടായില്ലല്ലോ, നമുക്കൊരു ചെക്കപ്പ് ചെയ്യാമെന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ആരുടെ അടുത്തത് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായില്ല. ഇങ്ങോട്ട് പറഞ്ഞ് ചെക്കപ്പ് ചെയ്യുകയും അത്യാവശ്യം ട്രീറ്റ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുകയൊക്കെ ചെയ്തു. ഇതിൽ നേർച്ച വസ്തുക്കൾ സ്ഥിരമായി ഉപ്പ് ഞാൻ കഴിക്കുമായിരുന്നു. രാവിലെ ആദ്യം തന്നെ എൻ്റെ നാക്കിൽ തൊടുന്ന രുചി അമ്മയുടെ ഉപ്പായിരുന്നു. ഡെയിലി തൈലം വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാൻ പോവുമായിരുന്നുള്ളൂ. ഹസ്ബൻഡിന് ജോലി വയനാടായിരുന്നു. ആഴ്ചയിൽ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് ഒരുപാട് സമയം കിട്ടുമായിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ എൻ്റെ അമ്മയോട് എൻ്റെ വിഷമങ്ങൾ പറയുന്ന പോലെ തന്നെയായിരുന്നു അമ്മ മാതാവിനോടും പറഞ്ഞുകൊണ്ടിരുന്നത്. ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ കരയും, സന്തോഷം വന്നാലും അമ്മയായിട്ട് ഷെയർ ചെയ്യും. അല്ലാതെ എനിക്ക് പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കാനൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും പിന്നെ ബുക്കിലൂടെ പ്രാർത്ഥനകൾ ചൊല്ലുകയൊക്കെ ചെയ്തു. സെപ്റ്റംബർ ആയപ്പോൾ എനിക്ക് കൺസീവായി. പക്ഷേ ബ്ലഡ് റിപ്പോർട്ടിൽ വാല്യൂ കുറവായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ സഹതാപത്തോടും അനുദപിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എന്നോട് ആരും അങ്ങനെ പറയണ്ട, 10 വർഷമായിട്ട് ഇല്ലാത്തൊരു പോസിറ്റീവ് എനിക്കിപ്പോൾ കാണിച്ചു തന്നു, അത് അമ്മയാണ് കാണിച്ചു തന്നെ, നീ വിഷമിക്കേണ്ട, നിനക്കൊരു കുഞ്ഞുണ്ടാവും എന്നുള്ളൊരു സൂചന എനിക്ക് തന്നതാണ്. എനിക്കിപ്പോൾ ഉറപ്പായിട്ടും എനിക്കൊരു കുഞ്ഞുണ്ടാവും എന്ന് ഉറപ്പായി. അത് കഴിഞ്ഞ് ഡിസംബറിൽ ഞാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ വിറ്റമിൻ ഗുളികകളൊക്കെ എൻ്റെ മേഡം തരുമായിരുന്നു. അതെടുത്തപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ, ഇതൊരു ഹോളി മന്താണ് ഡിസംബർ, അമ്മയ്ക്ക് കുഞ്ഞിനെ കിട്ടിയ മാസം, അതുപോലെ ഈ മാസം തന്നെ എനിക്കും ഒരു കുഞ്ഞിനെ കിട്ടുവാണെങ്കിൽ അടുത്ത ഡിസംബറിൽ ഞാൻ അമ്മേനെ വന്ന് എൻ്റെ കുഞ്ഞുമായിട്ട് വന്ന് കണ്ടോളാം, എനിക്ക് ഈ ജീസസ് ഉണ്ടായ പോലെ തന്നെ ഒരു കുഞ്ഞിനെ എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയില്ല, 5-ാം തീയതിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഡിസംബർ 30-ാം തീയതി ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ ചെക്ക് ചെയ്യണതിന് മുമ്പ് ഞാൻ അമ്മോട് പ്രാർത്ഥിച്ചത്, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ചെറിയ വാല്യൂ വന്ന് വിഷമിപ്പിക്കരുത്, എനിക്കൊരു 2000 വാല്യൂ എങ്കിലും ബ്ലഡ് റിപ്പോർട്ടിൽ കിട്ടണമെന്ന്. beta-HCG വാല്യൂ ആണ് കേട്ടോ. അപ്പോൾ അത് 2000 എങ്കിലും കിട്ടണം, എന്നാലേ എനിക്ക് ഉറപ്പ് വരുത്തുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ
ഉപ്പ് കഴിച്ച് തൈലം വയറ്റിൽ കുരിശ് വരച്ചിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ബ്ലഡ് ചെക്കപ്പ് ചെയ്തപ്പോൾ എൻ്റെ വാല്യൂ 4800 ഞാൻ ചോദിച്ചതിൻ്റെ ഇരട്ടിയാണ് എനിക്ക് അമ്മ വാല്യൂ തന്നത്. അതോടുകൂടി എനിക്ക് ഉറപ്പായി ഇനി ഒരു അബോർഷൻ ചാൻസോ കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലെന്ന് തന്നെ ഉറപ്പായി. ന്യൂ ഇയറിന് മാതാവ് എനിക്ക് ഉറപ്പിച്ച് എൻ്റെ കയ്യിൽ കുഞ്ഞിനെ തന്നു. പക്ഷേ പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ ഇച്ചിരി വൈകി, പിന്നെ ബൈബിൾ വായനയൊക്കെ കുറഞ്ഞു, എൻ്റെ ഉപവാസങ്ങളൊക്കെ തെറ്റി, ഉടമ്പടി നിയമങ്ങളൊന്നും പൂർണ്ണമായിട്ട് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല ഈ ഒരു കൺസീവ് സ്റ്റേജിൽ. അതിന് ഞാൻ മാപ്പ് പറഞ്ഞെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് യൂട്രസിന് കംപ്ലയിൻ്റ് ഉണ്ടാവുകയും 4 മാസം തുടർച്ചയായിട്ട് ബ്ലീഡിങ് ഉണ്ടായിട്ട് ബെഡ് റെസ്റ്റിൽ തന്നെയായിരുന്നു. ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ ഞാൻ അമ്മോട് എന്ന് ഞാൻ പറയും, എനിക്ക് ഉടമ്പടിയിൽ ഒരു നിബന്ധനകളും പാലിക്കാൻ, പ്രാർത്ഥന ഒഴികെ വേറെ ഒന്നും പാലിക്കാൻ കഴിയുന്നില്ല. ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി. ഹസ്ബൻഡിനും ജോലി ഇല്ലാതെ വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി. എനിക്ക് ഒരു കാരുണ്യ പ്രവർത്തികളോ ആരെയും ഒന്നും സഹായിക്കാനോ ഒന്നും പറ്റുന്നില്ലല്ലോ അമ്മയെന്നും പറഞ്ഞ് കരയുമായിരുന്നു ഞാൻ. പക്ഷേ ആ നേരം വെളുത്ത് ഉറക്കം എനിക്ക് അതിനുള്ള മറുപടി എന്നും തരും. കുഴപ്പമില്ല, ഇതെല്ലാം ആരെങ്കിലും മുഖേനയായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിലൂടെ മെസ്സേജായിട്ട് എനിക്ക് കിട്ടും. അത് കുഴപ്പമില്ല, നിനക്കെല്ലാം റെഡിയായി കഴിയുമ്പോൾ ചെയ്താൽ മതി എന്നുള്ളൊരു മെസ്സേജ് കിട്ടി എനിക്ക് ആശ്വാസവും കിട്ടും. അങ്ങനെ ബ്ലീഡിങ് ആയിട്ട് ഞാൻ 4 മാസത്തോളം ബെഡിൽ തന്നെയായിരുന്നു. എന്നാലും ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ചു എൻ്റെ കുഞ്ഞിനെ, എൻ്റെ യൂട്രസും എൻ്റെ കുഞ്ഞിനെ ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്, എനിക്കൊരു കുഴപ്പം കൂടാതെ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പ്രഗ്നൻസി കാലങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയത് ഓഗസ്റ്റ് 18 ആയിരുന്നു. സിസേറിയൻ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രിപ്പറേഷനിലിരിക്കുമ്പോൾ ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച വീടിൻ്റെ അടുത്തൊരു ഉണ്ണീശോ പള്ളിയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കാം, 18 സിസേറിയൻ അല്ലേന്ന് വിചാരിച്ച് ഞങ്ങൾ റെഡിയാവാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞത് 17ഉം 18ഉം ഡോക്ടേഴ്സ് ഇല്ല, നീ വേഗം വന്ന് അഡ്മിറ്റ് ആകണമെന്ന്. ഞാൻ പറഞ്ഞു ഞാനൊന്നും പ്രിപ്പയർ ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു പ്രിപ്പറേഷനും വേണ്ട, വേഗം പോരേന്ന് പറഞ്ഞു. എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഞാൻ വേഗം പോയി 11 മണിക്ക് അഡ്മിറ്റായി. 12:55 ഓഗസ്റ്റ് 15 കുഞ്ഞുണ്ടായി പുറത്ത് വന്ന് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് മാതാവ് തന്ന കുഞ്ഞ്, അതുകൊണ്ടാണ് നീ ഇന്ന് തന്നെ ഡെലിവറി ചെയ്തതെന്ന്. എനിക്ക് അർത്ഥം മനസ്സിലായില്ല. അപ്പോഴാണ് ആ ചേച്ചി പറഞ്ഞത്, ഇന്ന് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ് ഓഗസ്റ്റ് 15, മാതാവിനെ പോലെ തന്നെ ഒരു പെൺകുഞ്ഞിനെ എനിക്ക് മാതാവ് തന്നു. 17-18 ഡേറ്റ് എടുത്തിട്ട് മാതാവ് പറഞ്ഞു വേണ്ട, ഞാൻ തന്ന കുഞ്ഞ് ഞാൻ വന്ന ദിവസം തന്നെ വന്നാൽ മതി എന്നുള്ളൊരു രീതിയിൽ ഓഗസ്റ്റ് 15 12:55 ഒരു കുഴപ്പമില്ലാതെ, തൂക്കമൊക്കെ ഇച്ചിരി കുറവായിരുന്നു കുഞ്ഞിന്, എന്നാലും ICUവിൽ കിടക്കേണ്ടത് ഒരു പ്രശ്നവും ഇല്ലാതെ എനിക്ക് കുഞ്ഞിനെ കിട്ടി. ഞങ്ങളിപ്പോൾ സന്തോഷമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നേക്കുവാണ്. അപ്പോൾ ആദ്യം തന്നെ അമ്മേനെ കാണിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതും ഡിസംബറിൽ 25 ക്രിസ്മസിന് മുമ്പ് തന്നെ വന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. അതും വലിയൊരു അത്ഭുതമാണ്. ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ട്രെയിനിലും ഒരു ബസ്സിലും ടിക്കറ്റില്ല, എല്ലാം ബുക്കായി. ഞാനിതുപോലെ തന്നെ പ്രാർത്ഥിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ട്രെയിനിൽ 21 സീറ്റുണ്ട്. അന്ന് ഞങ്ങൾക്ക് പൈസയില്ല ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. ഞാൻ അമ്മോട് പറഞ്ഞു എനിക്ക് വരണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ 6 ടിക്കറ്റുള്ളൂ. എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് പൈസ തന്നു. ഞങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്, ഞങ്ങൾക്ക് വേണ്ടി മാത്രം അമ്മ 6 ടിക്കറ്റ് വെച്ചതുപോലെ എനിക്ക് തോന്നി. 3 ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നു. തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ തന്നെ ആ ട്രെയിനും ക്ലോസ് ചെയ്തു. അപ്പോൾ അമ്മ തന്നെയാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതും എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും അമ്മ കൂടെ നിന്നു. അമ്മേനെ ഞാൻ കാണുന്നത് എൻ്റെ സ്വന്തം അമ്മയായിട്ട് തന്നെയാണ്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും അമ്മയോട് ഷെയർ ചെയ്താൽ മതി, എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും മാറും. ഇത് എൻ്റെ അനുഭവമാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 31-ാം തിരുവചനം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അമലു ജോമോൻ എന്ന ഈ മകൾ എത്ര നൈർമല്യ മനസ്സോടെയാണ് മകൾ ഒരു അക്രൈസ്തവയായിരുന്നിട്ട് കൂടി കൃപാസനത്തിൻ്റെ അമ്മമാതാവിൻ്റെ ഈ തിരുനടയിലേക്ക് എത്തിച്ചേർന്നതിനെക്കുറിച്ചും ഇവിടെ വന്ന് അമ്മമാതാവിനോട് സംസാരിച്ച് ഉടമ്പടി എടുക്കുവാൻ യോഗ്യതയുണ്ടെങ്കിൽ ഉടമ്പടിയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്നതും, പിന്നീട് ജീവിത പങ്കാളിയുമായി ഒരുമിച്ച് വന്ന ഉടമ്പടി എടുക്കുന്നതും, ജീവിതത്തിൽ മകൾ പറയുന്നത് പോലെ പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൽ തന്നെ ഒരു കുഞ്ഞിനെ 10 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചതിൻ്റെ സന്തോഷം ഈ എൽത്താരയിൽ ഇന്ന് പങ്കുവയ്ക്കുന്നതും, മകളുടെ വാക്കുകളിൽ നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള മാതൃസഹജമായ സ്നേഹത്തിലെ
നിരന്തരമായ പറച്ചിലുകളാണ്. ഒത്തിരി ക്ലേശങ്ങളും സങ്കടങ്ങളും ദാരിദ്ര്യവും കുഞ്ഞില്ലാത്ത വിഷമവും ഒക്കെ അലട്ടിയിരുന്നു. എന്നാൽ ഓരോ നിമിഷത്തിലും ഉടമ്പടി എടുത്ത നാൾ മുതൽ ഉടമ്പടിയുടെ പ്രാർത്ഥനയും ഉടമ്പടിയുടെ പ്രവൃത്തികളും ഏറ്റവും എളിമയോടും നല്ല മനസ്സോടും കൂടി നിരന്തരം ചെയ്യുവാൻ മകൾ ശ്രദ്ധിച്ചിരുന്നുവെന്നത് ശ്രദ്ധേയമാണ്. എപ്പോഴും അമ്മ മാതാവിൻ്റെ തിരുനടയിലും അമ്മ മാതാവിനെ ഓർത്തുകൊണ്ടും, പ്രത്യേകിച്ച് പ്രഗ്നൻസി ആയ നാൾ മുതൽ ആ രോഗക്കിടക്കയിൽ എന്നതുപോലെ കട്ടിലിലായിരുന്ന മുഴുവൻ നാളുകളിലും മകൾ പറയുന്നുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കുവാൻ ഒത്തിരി നേരമുണ്ടായിരുന്നു. പ്രാർത്ഥന ആദ്യമൊക്കെ എന്തെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓരോന്നും പഠിച്ചു, ഓരോന്നും പ്രാർത്ഥിക്കുവാൻ എനിക്കൊത്തിരി നേരം കിട്ടി, വചനം വായിക്കുവാൻ എനിക്കൊത്തിരി നേരം കിട്ടി. ആദ്യമൊന്നും മനസ്സിലായില്ല, എങ്കിലും വായിച്ച് പിന്നീട് അച്ഛൻ്റെ ധ്യാനങ്ങൾ പഴയതും പുതിയതും എല്ലാം കണ്ട് അർത്ഥം മനസ്സിലാക്കി എനിക്ക് പരിശുദ്ധമ്മയിൽ വലിയ വിശ്വാസവും വലിയ സന്തോഷവും പ്രതീക്ഷയുമായി. അതാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് എന്നും നയിച്ചു കൊണ്ടിരുന്നത്. പ്രഗ്നൻസിയുടെ കാലയളവിൽ പലപ്പോഴും ബ്ലീഡിംഗ് ഉണ്ടായി. അതെല്ലാം ആശങ്കയുടെ നാളുകളായിരുന്നു. എന്നാൽ ആശങ്കയുടെ ഓരോ അവസരത്തിലും ഞാൻ തളരുകയല്ല ചെയ്തത്. കൂടുതൽ എൻ്റെ അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും, അമ്മ മാതാവാണ് എനിക്ക് ഉദരത്തിൽ ഈ കുഞ്ഞിനെ അങ്കുരിപ്പിച്ച് നൽകിയതെങ്കിൽ അതിനെ പൂർണ്ണ വളർച്ചയെത്തിച്ച് ഇതിനെ എനിക്ക് എൻ്റെ കരങ്ങളിലേക്ക് ഈ കുഞ്ഞിനെ കൈമാറുമെന്ന വലിയ വിശ്വാസവും പ്രത്യാശയും എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു. അതാണ് മകളുടെ വാക്കുകളിൽ ഈ സാക്ഷ്യത്തിന് മകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. വലിയ സന്തോഷത്തോടെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി ഈ കുടുംബത്തിന്, അമലുവിനും ജോമോനും ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.